സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏത് തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുക, ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് ജനങ്ങൾക്കൊരു തിരിച്ചടിയായി മാറുമോ? എന്താണ് നമുക്ക് ഇപ്പോൾ പറയാൻ? തിരിച്ചടിയല്ല, ഇതെന്താ വെച്ചാൽ വരവും ചിലവുമായിട്ട് പൊരുത്തപ്പെടണം. വലിയ ചിലവിലാണ് നമ്മൾ വൈദ്യുതി മേടിക്കുന്നത്. അതെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും? വേറൊരു രീതിയിലൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചാർജ്, വളരെ പേര് ചാർജ് വരണം. അതേപോലെ പകൽ കമ്മിയാകുമ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്, റെഗുലേറ്ററി കമ്മീഷനാണ്, നമുക്കൊന്നും അറിയില്ല. പകൽ ഇലക്ട്രിസിറ്റി ചാർജ്, നമുക്ക് പകൽ ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്താ തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് അധികാരമൊക്കെ. അപ്പോൾ ഈ ചാർജ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് പകൽ കമ്മിയാക്കുന്ന ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ തന്നെ സ്വയം നിയന്ത്രണം, രാത്രി വാഷിംഗ് മെഷീനും ഗ്രൈൻഡറൊന്നും ഉപയോഗിക്കാണ്ടിരുന്നാൽ തന്നെ നമുക്കൊരു ചാർജ് ജനങ്ങളിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ 93 കോളനിയിൽ ഇനിയും ലൈറ്റ് എത്തിയിട്ടില്ല പട്ടികജാതി പട്ടികവർക്കാർക്ക്. നമുക്ക് കിട്ടിയവർക്കൊക്കെ ശരി, കിട്ടാത്തവർ ഒരുപാട് ആളുണ്ട്. അതേപോലെ പട്ടിക വർഗത്തിലുണ്ട്. ഇതൊക്കെ കിട്ടാനുള്ള ഇതൊക്കെ വർധന ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? അത് യൂണിറ്റിന് 10 പൈസ എന്നുള്ള നിലയ്ക്കിലാണ്? അതറിയില്ല, അതൊന്നും നമുക്കറിയില്ല. നമ്മൾ വരവും ചിലവും ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അത് തീരുമാനിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. നമുക്കതിൽ അധികാരമൊന്നുമില്ല. പക്ഷെ നമ്മൾ വയ്ക്കുമ്പോൾ നിർദ്ദേശം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വർധന ഉണ്ടെങ്കിൽ തന്നെ പകൽ നമുക്ക് കമ്മിയാക്കി കൊടുക്കണമെന്ന്. എല്ലാവർക്കും എല്ലാ ഉപഭോക്താക്കളും പകൽ കമ്മിയാക്കി കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തി. നിലവിലുള്ളതിനേക്കാൾ താഴോ നിരക്ക്? അത് താഴും. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. അതുപോലെ തന്നെ കൂടുതൽ വിഭാഗങ്ങൾക്ക് സൗജന്യം നൽകുന്ന കാര്യത്തിൽ ഒരു ആലോചന നടന്നിട്ടുണ്ടോ? അത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ 50 യൂണിറ്റ് വരെ കൊടുക്കാൻ പറ്റും. 93 കോളനിയിലും എത്തിക്കണമെങ്കിൽ 29 കോടി റുപ്യ വേണം. അത് എന്ത് ചിലവായാലും ശരി, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര കൊല്ലമായിട്ട് അവർക്ക് ലൈറ്റേ കണ്ടിട്ടില്ല. അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. അതേപോലെ കാർഷിക മേഖല, കർഷകർക്ക് ഏകദേശം 1 ലക്ഷം കർഷകർക്കാണ് കുസുമം പദ്ധതിയിൽ കൊടുക്കാനുള്ള ഉദ്ദേശം ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അതേപോലെ BPL താഴെയുള്ളവർക്കും അതൊരു വലിയ ഇതിനൊക്കെ പണം വേണ്ടേ? അത് പാവപ്പെട്ട നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ, പാവപ്പെട്ടവരിലും കൂടി ഇത് എത്തിക്കണ്ടേ? ആ രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം മലബാർ സൈഡ് നേരത്തെ പവർ കട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ മറ്റേ സബ്സ്റ്റേഷനൊക്കെ വെച്ചിട്ട് അത് ഇല്ലാണ്ടാക്കി. അതേപോലെ കാസർഗോഡ് ലൈനായി, വയനാട് ലൈനായി. അതൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ പണം വേണ്ടേ? മിനിസ്റ്റർ, ജനങ്ങൾ ചോദിക്കണത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഓൾറെഡി അവർ നടുവൊടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ വൈദ്യുതി കട്ടും കൂടെ വരുമ്പം അതും എല്ലാ വർഷവും ഇത് ഉണ്ടാവുന്നുണ്ട്. വൈദ്യുതി കട്ടിലല്ല അതിൻ്റെ പ്രശ്നം വെച്ചാൽ പീക്ക് അവറിൽ 15 റുപ്യക്കാണ് മേടിക്കുന്നത്. ഇവിടെ ഉൽപ്പാദനത്തിന് നിങ്ങളെപ്പോലുള്ളവർ തന്നെ സമ്മതിക്കില്ല. പത്രം എന്താ വെച്ചാൽ ഒരാൾ മറ്റേ കാക്കയ്ക്ക് പറക്കാൻ പറ്റില്ല പറഞ്ഞാൽ അതിനെ വലിയ വിവാദമാക്കി ആ പദ്ധതി മുടക്കുകയാണ്. ഹൈഡ്രോ പ്രോജക്റ്റുകൾ മുഴുവൻ മുടക്കുകയാണല്ലോ. ഇപ്പോൾ 3000 TMC വെള്ളമുണ്ട്. നമ്മളെല്ലാം കൂടി 300 TMC ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വെള്ളമൊക്കെ പോവുകയാണ്. പൂയാൻകുറ്റി പോയി, സൈലൻറ്റ് വാലി പോയി, അങ്ങനെ കുരിയാർകുറ്റി പോയി, ഇതെല്ലാം പോയി. എന്താ വെച്ചാൽ കുരിയാർകുറ്റിയൊക്കെ വന്നിട്ട് മൃഗം കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് പ്രോജക്റ്റ് പോയത്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് ആണെങ്കിൽ 35 പൈസ വരെയുള്ളൂ. അത് വരാൻ സമ്മതിക്കില്ല. പമ്പ്ഡ് സ്റ്റോറേജ് ഉണ്ട്, അത് വരാൻ സമ്മതിക്കില്ല. നമ്മുടെ പ്രോജക്റ്റുകൾ തന്നെ 10-20 കൊല്ലമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോഴാണ് ഒരു 200 മെഗാവാട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വളരെ ശക്തമായി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അത് 200 മെഗാവാട്ട് ആയത്. സോളാർ 1000 മെഗാവാട്ടായി. അതല്ലാതെ നമുക്ക് ഈ പദ്ധതികൾ നടപ്പാക്കല്ലാതെ വേറെ വഴികളില്ല. അല്ല, പിന്നെ എവിടെ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടും? എൻ്റെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ. വൈദ്യുതി ഉൽപ്പാദനം നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അല്പം കൂടെ ഉണ്ടാക്കാൻ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കുറയ്ക്കുമോ വൈദ്യുതി നിരക്ക്? അപ്പോൾ കുറയ്ക്കും, തീർച്ചയായിട്ടും. കിട്ടിയത് ഉപഭോക്താവിന് കൊടുക്കണമല്ലോ. ഇപ്പോൾ പകൽ നമുക്ക് കമ്മിയായി കിട്ടുന്നു പറഞ്ഞപ്പോൾ ഞാനൊരു നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പകൽ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട് വിലയ്ക്ക്, അത് ഉപഭോക്താവിന് കൈമാറണമെന്ന് പറയുന്നുണ്ടല്ലോ. ഉപഭോക്താവാണല്ലോ നമ്മുടെ ആളുകൾ, നമ്മളെ ഭരിക്കുന്നവരാണ്. ഉപഭോക്താക്കളാണെന്ന് മാത്രമല്ല മന്ത്രി, ആളുകൾ ഇങ്ങനെ എന്താ പറയുക, നെഞ്ചിടിപ്പോട് കൂടിയിട്ടാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ കേൾക്കുന്നത്. അത്രയൊന്നും വരില്ല, 10 പൈസയേ വരുള്ളൂ. നമ്മളൊരു വീട്ടിൽ തന്നെ എന്തൊക്കെയാണ് വെക്കണത്, അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? അതിനിപ്പോൾ സാമ്പത്തികമായി കഴിവുള്ളവർക്കല്ലേ കൂടുതൽ വരുന്നുള്ളൂ. അല്ലാത്തവർക്ക് 200 യൂണിറ്റ് താഴെയുള്ളവർക്കൊന്നും വർധന വരില്ലല്ലോ. ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക്. ഇപ്പോൾ ഇന്ന് പച്ചക്കറിൻ്റെ വിലക്കുറി,
ഇന്ന് വേറെന്തിൻ്റെയോ വില കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഉപഭോക്താക്കളോട് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇന്നിപ്പോൾ വർദ്ധിക്കുകയാണ്, എന്തായാലും നമുക്കിനിപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്നിരിക്കെ പോലും എന്താണ് പറയാനുള്ളത്? ഇല്ല, നമുക്ക് അതിൽ അത് വർദ്ധിക്കാൻ അതിൽ കുറച്ച് സഹകരിച്ചാലേ മറ്റുള്ളവർക്കും കൂടി ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ ലൈറ്റ് എത്താത്തവർ, വോൾട്ടേജ് കിട്ടാത്തവർക്കൊക്കെ കൂടെ എത്തണ്ടേ. അപ്പോൾ അതിനൊന്നും പൈസ കണ്ടെത്തണ്ടേ. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണം, കുറച്ച് സഹകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേ അറ്റത്തെ പ്രതിസന്ധി എത്തിയതുകൊണ്ടാണ്, അല്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ലക്ഷ്യം നിർത്തിക്കൊണ്ടല്ല എന്നാണ് അത് പറയുന്നത്. പക്ഷേ അത് വലിയ രീതിയിലുള്ള വർധനവായിരിക്കില്ല, ചെറിയ രീതിയിലുള്ള വർധനവേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, പകൽ സമയത്ത്, ഉപഭോഗം കുറഞ്ഞ പകൽ സമയത്ത് പരമാവധി അത് കുറച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷനാണ് എന്തായാലും അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളേണ്ടത്. ഇന്നലെ ഇതിനോടകം മുഖ്യമന്ത്രി അടക്കം കണ്ടിട്ടുമുണ്ട്.